സിയം വലിയുള്ളാഹിയുടെ അവിടുത്തെ പെങ്ങളുടെ മകൻ റഷീദ് ഉസ്താദ് പലപ്പോഴും മടവൂർ കാഫിലയുടെ വീഡിയോയിലും അതുപോലെ തന്നെ ഉറൂസിലുമൊക്കെ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കോഴിക്കോട് മുഖ്താറിലെ പരിപാടിയിൽ വെച്ച് പറഞ്ഞില്ലേ, റഷീദ് ഉസ്താദ് ഒരു ദിവസം സിയം വലിയുള്ളാഹിയെ കാണാൻ വേണ്ടി, ശൈഖുനാനെ കാണാൻ വേണ്ടി അവിടുത്തെ അടുത്തേക്ക് ചെന്നപ്പോ, അവരരികിലേക്ക് ചെന്നപ്പോ ഒരു ദിവസം ഉച്ച സമയം, ആരുമില്ല. ആ സമയത്ത് സിയം വലിയുള്ള പറയാ, റഷീദേ, എന്റെ കണ്ണെന്ന് ചിമ്മിയാൽ ഇവിടെ ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കും, ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമെന്ന് സിയം വലിയുള്ളാഹി പറഞ്ഞ വാക്കാണ്. അവര് തന്നെയല്ലേ ഇതൊക്കെ പറയേണ്ടത്? അല്ലാഹുവിന്റെ ഔലിയാക്കളാണ് പറയേണ്ടത്. ആ വാക്കുകളെയൊക്കെയാണ് പലരും സംശയപ്പെടുത്തുന്ന വാക്കുകളാണെന്ന്, അതുപോലെ തന്നെ പല ഉസ്താദന്മാരും സഖാഫിമാരും പലരും മലപ്പുറം ജില്ലയിൽ നിന്നും ഗൂഡല്ലൂരിൽ നിന്നും പലരും ഈ വിനീതനായ എന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ, നിങ്ങൾ സിയം വലിയുള്ളാഹിയുടെ കറാമത്തും അവിടുത്തെ ജീവിതവും അവിടുത്തെ ചരിത്രവും തേടി നടക്കുന്ന ആളല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹോട്ടൽ കത്തിച്ച സംഭവം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ആ അന്ന് വിളിക്കുന്ന ദിവസം ഗൂഡല്ലൂർ പള്ളിയിൽ ജോലി എടുക്കുന്ന ഒരു സക്കാഫിയ, മലപ്പുറം ജില്ലക്കാരനാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹം വിളിക്കുമ്പോ ഞാൻ ആ സംഭവം അനുഭവിച്ച ആളുടെ കയ്യിൽ നിന്ന് അതും വീഡിയോ എടുത്തു വരുന്ന ഒരു സമയത്താണ് അദ്ദേഹം വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദെ, അത് ഇന്ന് ആ സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹോട്ടൽ കത്തിച്ച സംഭവം അതൊക്കെ നേരിൽ അനുഭവിച്ച ആളുകളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര്.